ഭർത്താവിനെ കൂലിക്ക് വിളിക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ വനിതാ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അന്തർജനങ്ങളായി ഹിജാബോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ കഴിയുന്ന ഉമ്മഹാത്ത് ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ തർബിയത്ത് നടക്കണം. വലിയ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. ഇപ്പൊ കണ്ടോ, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ബാല്യക്കാരികളായ പെണ്ണുങ്ങൾ ചുരിദാർ മാത്രമിട്ട് ക്യൂ നിന്ന് അതിന്റെ മുന്നിൽ പുരുഷനിരുന്നിട്ട് കൈപൊക്കിയും കാല് താഴ്ത്തിയും കൈയടിച്ചും തിരിഞ്ഞും മറിഞ്ഞും എക്സസൈസ് ചെയ്യിക്കുക. എന്തിനാണിത്? ഷുഗറും പ്രഷറും രോഗങ്ങൾ ഒന്നും വരരുത്, ആരോഗ്യത്തോടെ ജീവിക്കണം. ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? വീടിന്റെ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളെ മുഴുവനും വലിച്ചു പുറത്തിറക്കി ആരോഗ്യമെന്ന പേരിലും എക്സസൈസ് എന്ന പേരിലും ഇതൊക്കെ സ്ത്രീകളെ ക്രമേണ കൊണ്ടുപോയി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ ആശയങ്ങളെയും വിശ്വാസത്തെയും തകർത്ത് ഇവിടെ പോർച്ചുഗീസുകാരൻ എന്തായിരുന്നോ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പോർച്ചുഗീസുകാരൻ അവരുടെ കാലത്ത് ചെയ്തതിനെ പറ്റി ഫതുഹുൽ മുബീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്. അവരുടെ സ്ത്രീകളെ, പോർച്ചുഗീസുകാരുടെ സ്ത്രീകളെ മനോഹരമായ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ കെട്ടി കുലുങ്ങുന്ന ഷൂവും പാദസരവും ധരിപ്പിച്ച് റോട്ടിലൂടെ നടത്തുമായിരുന്നു മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങാൻ വേണ്ടി. ഇതുപോലെ ഇപ്പൊ ആരോഗ്യം, എക്സസൈസ്, ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് സ്ത്രീകളെ രംഗത്തിറങ്ങി ആരാണ് കൈയടിച്ചു കൊടുക്കുന്നത്? ആരാണ് കയ്യും കാലും പൊന്തിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നത്? പുരുഷൻ. ഇതെന്താരോഗ്യമാണ്? ആരോഗ്യത്തിൽ ഏറ്റവും വലുത് മാനസികാരോഗ്യമാണ്. എനിക്ക് പറയാൻ